നമസ്കാരം. വൈബന്റ് വേർഡ്സ് വിത്ത് അബി. സ്വാഗതം. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കുന്നതാണ്. സ്റ്റാർ ഹെൽത്തിലെ ഏറ്റവും നല്ല പോളിസിയായ അഷോർഡ് എന്ന പ്ലാനിനെ കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്. അഷോർഡ് അൺലിമിറ്റഡ് ക്ലെയിം തരുന്ന ഒരു പോളിസിയാണ്. അത് എങ്ങനെയാണ് ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര ക്ലെയിം ചെയ്താലും സമ്മിഷേർഡ് തീരാത്ത പോളിസി. ഓരോ തവണ ഭാഗികമായി തുക ഉപയോഗിക്കുമ്പോഴും സമ്മിഷേർഡ് 100% തന്നെ നിലനിർത്തുന്നു. സമ്മിഷേർഡ് 100% ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും 100% നിലനിർത്തുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത വ്യക്തിക്ക് ഒരു 2 ലക്ഷം രൂപ ക്ലെയിമോ ഒന്ന് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ വീണ്ടും ഉടനെ അത് 5 ലക്ഷം രൂപ റീസ്റ്റോർ ആവും. പിന്നെ ഒരു 50,000 രൂപ ക്ലെയിമോ ഒന്ന് എങ്കിൽ വീണ്ടും അത് 5 ലക്ഷമായിട്ട് റീസ്റ്റോർ ആകുന്നതായിരിക്കും. ഏതാണ് ഈ പോളിസി എന്നല്ലേ? സ്റ്റാർ ഹെൽത്തിന്റെ അഷ്വർ പോളിസിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. 75 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാം. ഇൻഡിവിജ്വലായിട്ടും ഫുൾ ഫാമിലി ആയിട്ടും ഈ ഒരു പോളിസി എടുക്കാവുന്നതാണ്. ഹസ്ബൻഡ്, വൈഫ്, 3 കുട്ടികൾ, പാരൻസ് ഇൻ ലോ എല്ലാവർക്കും കൂടെ ഒറ്റ പോളിസിയിൽ എടുക്കാൻ കഴിയുന്നതാണ്. പാരൻസ് ഇൻ ലോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് ഇവിടെ വരുന്നുണ്ട്. ആ ഡിസ്കൗണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് ബെനിഫിറ്റ്സ് നോക്കാം. നോ ക്ലെയിം ബോണസ്. ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും സമ്മിഷേർഡിന്റെ 25% വീതം ബോണസ് ആടാവുന്നതായിരിക്കും, പരമാവധി 100% ആകുന്നത് വരെ. ഫ്രീ മെഡിക്കൽ ചെക്കപ്പ്. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. സമ്മിഷേർഡിനനുസരിച്ച് ഇൻഡിവിജ്വലായിട്ടും ഫ്ലോട്ടറായിട്ടും എടുക്കുമ്പോൾ എത്രയാണോ നമുക്ക് കവറേജ് എന്നുള്ള ലിമിറ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഏതൊക്കെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും കമ്പനി വെച്ചിട്ടില്ല. മോഡേൺ ട്രീറ്റ്മെന്റ്സ്. റോബോട്ടിക് സർജറി, ബലൂൺ സൈനോപ്ലാസ്റ്റി, ഓറൽ കീമോതെറാപ്പി എന്നിങ്ങനെ വരുന്ന 12 തരം ആധുനിക ചികിത്സാ രീതികൾക്ക് ഈ ഒരു പോളിസിയിൽ മാത്രം 100% ക്ലെയിം ലഭിക്കുന്നതായിരിക്കും. ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നിവയ്ക്ക് എടുത്തിരിക്കുന്ന എത്രയാണോ സമ്മിഷേർഡ് അതുവരെയുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും. കൺസ്യൂമബിൾ ഐറ്റംസ്. സാധാരണ പോളിസികളിൽ കവർ ചെയ്യാത്ത 68 നോൺ മെഡിക്കൽ ഐറ്റംസ് ഈ ഒരു പോളിസിയിൽ മാത്രം കവർ ചെയ്യുന്നുണ്ട്. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെന്റ്, അതായത് IVF പോലെയുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ എത്രയാണോ സമ്മിഷേർഡ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് 1 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെയുള്ള കവറേജ് വരുന്നുണ്ട്. അത് പോളിസി എടുത്ത് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷമായിരിക്കും ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡെലിവറി കവറേജ്, അതായത് പോളിസി എടുത്ത് 2 വർഷത്തിന് ശേഷം വരുന്ന ഡെലിവറിക്ക് നിങ്ങൾ എത്രയാണോ സമ്മിഷേർഡ് എടുത്തിരിക്കുന്നത് അതിന്റെ 10% കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു പോളിസിയിൽ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത്. ഇൻ യൂട്രോ ഫീറ്റൽ സർജറി, അതായത് അമ്മയുടെ വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും സർജറി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എത്രയാണോ സമ്മിഷേർഡ് അതുവരെയുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും. പോളിസി എടുത്തിട്ട് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡും ബാധകമാണ്. ന്യൂബോൺ ബേബി കവറേജ്. നമ്മുടെ സമ്മിഷേർഡ് അനുസരിച്ച് നമുക്ക് 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും. ഇത് പോളിസി എടുത്ത് 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷമായിരിക്കും കിട്ടുന്നത്. ഇനി ഈ പോളിസിയുടെ ബേസിക് ആയിട്ടുള്ള കവറേജ് ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റൂം റെന്റ്. ഇതിൽ സമ്മിഷേർഡ് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. 10 lakhs തൊട്ട് എനി റൂം ഫെസിലിറ്റി വരുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള 60 ദിവസത്തെയും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 180 ദിവസത്തെയും എക്സ്പെൻസ് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ആംബുലൻസ് ചാർജസ്. വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും ഒരു ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിലേക്കും അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്കുമുള്ള ആംബുലൻസ് ചാർജുകൾ കംപ്ലീറ്റ് ആയിട്ട് പോളിസിയിൽ കവർ ചെയ്യുന്നു. നെക്സ്റ്റ്, ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഈ ഒരു പോളിസിയിലെ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു. ഓർഗൻ ഡോണർ എക്സ്പെൻസ്. ഓർഗൻ ഡോണർ എക്സ്പെൻസ് നമ്മൾ എത്രയാണോ സമ്മിഷേർഡ് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കവറേജ് ലഭിക്കുന്നു. ഓരോ പാരന്റ് അല്ലെങ്കിൽ പാരന്റൽ ലോസിന്റെ പ്രീമിയത്തിൽ നിന്നും 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളൊരു ഫുൾ ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ 2 പാരന്റ്സും 2 പാരന്റ്സ് ലോയും ഉണ്ടെങ്കിൽ അതിൽ ഓരോ പാരന്റിനും 10% ഡിസ്കൗണ്ട് അവരുടെ പ്രീമിയത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അടുത്ത ലോങ് ടേം ഡിസ്കൗണ്ട് ആണ്. 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ 2ാം വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചാൽ സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡ് ഇയറിൽ നിന്നും ഓരോ 10% വീതം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വർഷവും റിന്യൂ ചെയ്യണം. പക്ഷെ നമ്മൾ ഓരോ ഇയർ അടയ്ക്കുമ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കില്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതിന് പുറമെ ഈ ഒരു പോളിസിയിൽ നിലവിലുള്ള അസുഖങ്ങൾക്ക് 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് 3 വർഷം എന്നുള്ളത് 2.5 വർഷമായിട്ട് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞും കിട്ടും.
അടുത്തത്, ഈ ഒരു ഫാമിലി പോളിസിയിൽ കുട്ടിക്ക് 17 വയസ്സിന് മുന്നേ എടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോളിസിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടി 18 വയസ്സായി കഴിഞ്ഞാൽ അഡൾട്ടായിട്ട് കണക്കാക്കുകയും എന്നാൽ ആ കുട്ടിയുടെ പ്രീമിയത്തിൽ നിന്ന് 40% ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും നല്ല പോളിസിയെ അഷോറിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്രീമിയം ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം കുടുംബങ്ങളുടെ എണ്ണവും വയസ്സും അനുസരിച്ചാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 8304843200.